കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LKG ഫസ്റ്റ് ടൈം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023-24 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ടിക്ക് 2 പിക്ചേഴ്സ് ഫോർ ഈച്ച് ലെറ്റർ. ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിന് താഴെ നമ്മൾ ടിക്ക് ചെയ്യണം. 3 ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഏതാണ്? ഒന്ന് ബോയ്, ബോള്, ആപ്പിൾ. ഇതിൽ ബി വെച്ച് വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ് ബി വെച്ച് വരുന്ന വേർഡ്സ്? ബോയ്, ബോൾ അല്ലേ. ആപ്പിൾ ബി വെച്ചാണോ? അപ്പൊ ബി വെച്ച് വരുന്നത് ഏതൊക്കെയാണ്? ബോയ്, ബോൾ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ താഴെ ടിക്ക് ചെയ്യണം. മനസ്സിലായോ? ബി വെച്ച് വരുന്നത് ബോയ്, ബോൾ. അതിന് താഴെ നമ്മൾ ടിക്ക് ചെയ്യണം. ആപ്പിളിന് ടിക്ക് ചെയ്യണോ? വേണ്ട. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. എന്താണ് അടുത്തത്? ഏത് ലെറ്റർ ആണ് അവിടെ എഴുതിയേക്കണത്? ഏത് ലെറ്റർ ആണ്? ഓക്കെ, സി. അപ്പോൾ സി വരുന്ന വേർഡ്സ്, സി ഫോർ വേർഡ്സ് ഏതൊക്കെയാണ് ആ ചിത്രത്തില്? ക്യാരറ്റ്. ആ കാറ്റ്. ആദ്യം കാറ്റ്, പിന്നെ ക്യാരറ്റ്. അപ്പൊ കാറ്റിനും ക്യാരറ്റിനും എന്ത് ചെയ്യണം? ടിക്ക് ഇടണം. ഓക്കെ, ഡോഗിന് ടിക്ക് ഇടണോ? വേണ്ട. അപ്പൊ കാറ്റിനും ക്യാരറ്റിനും എന്ത് ചെയ്യണം? ടിക്ക് ഇടണം. ഓക്കെ, ഗുഡ് ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ് അടുത്ത ലെറ്റർ? ഇ. ഇ ഫോർ വേർഡ്സ് ഏതാണ്? എൻജിൻ. E for elephant. Okay. E for engine. E for elephant. E for engine. E for elephants. Okay. അപ്പോൾ E for engine, E for elephant നെ എന്തിടണം? Okay. ഫിഷിന് ഇടണോ? വേണ്ട. Okay. ഇനി അടുത്തത് നോക്കാം. അടുത്ത ലെറ്റർ ഏതാണ്? H. H. Okay. Correct. H. H for hen. Okay, hen. ഹെന്നിനെ ടിക്ക് ഇടണം. പിന്നെ ഏതാണ്? H for horse. ആ, കുതിര അല്ലേ. അപ്പൊ ഹെന്നിനും ഹോഴ്സിനും എന്തിടണം? ടിക്ക് ഇടണം. ഗ്രേപ്സിനെ ടിക്ക് ഇടണോ? വേണ്ട. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ലെറ്റർ ഏതാണ്? ഏതാണ് അടുത്ത ലെറ്റർ? എഫ്. ഏതാണ്? എഫ് വരുന്ന വേർഡ്സ് ഏതതില്? എഫ് ഫോർ sauce. F for flower. ഓക്കെ, എഫ് ഫോർ ഫോക്സ്, എഫ് ഫോർ ഫ്ലവർ. അപ്പൊ അതിന് രണ്ടിനും ടിക്ക് ഇടണം. ഇഗ്ലൂന് ടിക്ക് ഇടണോ? വേണ്ട. ഓക്കെ, ഇഗ്ലൂന് ടിക്ക് ഇടാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സർക്കിൾ ദ ഓഡ് വൺ ഔട്ട്. സർക്കിള് ചെയ്യണം, വട്ടം വരയ്ക്കണം. ഓഡ് വൺ ഒറ്റപ്പെട്ടതിനെ നമ്മൾ എന്ത് ചെയ്യണം? വട്ടം വരയ്ക്കണം. വായിച്ച്. എന്താണ് ആദ്യത്തെ? ജി, പിന്നെ പി, ജി, ജി, ജി. ഇതിലേതാണ് ഒരുപോലെ അല്ലാത്ത ലെറ്റർ ഏതാണ്? ആ, പി. ബാക്കി എല്ലാതും ജി ആണ്. ഇത് മാത്രം പി അല്ലേ. അപ്പോൾ പീനെ എന്ത് ചെയ്യണം? നമ്മള് സർക്കിൾ ചെയ്യണം, വട്ടം വരയ്ക്കണം. ഒരുപോലുള്ളതിനെ വട്ടം വരയ്ക്കണോ? വേണ്ട. പി ഒരുപോലെ അല്ലാത്ത പീനെ എന്ത് ചെയ്യണം? വട്ടം വരയ്ക്കണം. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ലെറ്ററുകൾ വായിച്ചേ. ഏതൊക്കെയാണ്? എച്ച്, എച്ച്, എച്ച്. ഇനി ഇത് ഏതാ ലെറ്റർ? ഏതാ ലെറ്റർ? ഡി. ഇനി അടുത്തത് എച്ച്. ഒരുപോലെ അല്ലാത്ത ലെറ്റർ ഏതാണ്? ആ, ഒരുപോലെ അല്ലാത്ത ലെറ്റർ ഏതാണ്? ഡി. ബാക്കിയൊക്കെ എച്ച് ആണ്. ഇത് മാത്രം എന്താണ്? ഡി ആണ്. അപ്പൊ ഡീന് എന്ത് ചെയ്യണം? വട്ടം വരയ്ക്കണം. കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഏതൊക്കെയാണ്? എന്തൊക്കെ വായിക്കുക? ഡി, ബി, 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 ബി. ഒരുപോലെ അല്ലാത്ത ലെറ്റർ ഏതാണ്? ഡി. ഇത് ഡി ആണ്, ബാക്കിയൊക്കെ ബി ആണ് അല്ലേ. അപ്പൊ ബി അല്ലാത്തത് വരുന്നത് ഡി. ഡീനെ എന്ത് ചെയ്യണം?
ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ് ആസ് ടീച്ചേഴ്സ് റീഡ്സ്. ഇവിടെ തന്നെ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതേതാന്ന് ടീച്ചറോട് പറയണം. ഓക്കെ? ഒരു കുട്ടി കൈ കൊട്ടാണല്ലേ, അപ്പൊ അതിനെന്താ പറയാ? ക്ലാപ്പ്. അടുത്ത കുട്ടി എന്താ ചെയ്യണേ? ഒരു കുട്ടി എന്താ ചെയ്യണത്? നിൽക്കുകയാണല്ലേ. ആ, നിൽക്കണേന് എന്താ പറയാ? സ്റ്റാൻഡ് അപ്പ്. അടുത്തത് എന്താ? ഈ കുട്ടി എന്താ ചെയ്യണേ? രണ്ടു കൈയും മുകളിലേക്ക് ഉയർത്തി പിടിച്ചേക്കാണല്ലേ. ആ, ശരിയാണ്, ഹാൻഡ്സ് അപ്പ്. അടുത്ത കുട്ടി എന്താ ചെയ്യണത്? ആ, കുട്ടി ഇരിക്കുകയാണല്ലേ. ഇരിക്കണേന് എന്താ പറയാ? ഓക്കേ. അടുത്ത കുട്ടി എന്താ ചെയ്യുന്നത്? ആ, കരയ്യ. കരയണേന് എന്താ പറയാ? അതിനെന്താ പറയാ? ക്രൈ. കരയണേന് എന്താ പറയാ? ക്രൈ. ഓക്കേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക. മാച്ച് ക്യാപിറ്റൽ ടു സ്മോൾ ലെറ്റർ. കുറച്ച് ക്യാപിറ്റൽ ലെറ്ററും കുറച്ച് സ്മോൾ ലെറ്ററും തന്നിട്ടുണ്ടല്ലേ. ഏതൊക്കെ ക്യാപിറ്റൽ ലെറ്ററാ തന്നേക്കണേ? ഏതൊക്കെ ലെറ്ററാണ്? എ, ഡി, ജി, ജെ. ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞത്. എ, ഡി, ജി, ജെ. ഓക്കെ, ടീച്ചർക്ക് കാണിച്ചു കൊടുത്തേ ഇതിന്റെ സ്മോൾ ലെറ്റർ. എയുടെ സ്മോൾ ലെറ്റർ എവിടെയാണ്? ഇതാണ് എയുടെ സ്മോൾ ലെറ്റർ. ഡിയുടെ സ്മോൾ ലെറ്റർ എവിടെയാണ്? ഇതാണ്. ഇനി ജിയുടെ സ്മോൾ ലെറ്റർ എവിടെയാണ്? ഇതാണ് ജിയുടെ സ്മോൾ ലെറ്റർ. ഇനി ജെയുടെ സ്മോൾ ലെറ്റർ എവിടെയാണ്? ആ, ഇത് തന്നെ, ഇതാണ് ജെയുടെ സ്മോൾ ലെറ്റർ. ഓക്കെ, അടുത്തത് ഒരു റെയിൻ ഡ്രോപ്സിൻ്റെ റെയിംസ് പാടാനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാവുന്ന റെയിൻ ഡ്രോപ്സിൻ്റെ ഒരു റെയിംസ് പാടുക. അപ്പം ഇത്രയുള്ള നമ്മുടെ LKGയിലെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിളാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ.